പൊതുവായിട്ട് പറഞ്ഞാൽ നമുക്ക് ലത്തീൻ സമുദായം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതാനും വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ അധികാരത്തിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്നുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശരി. ഉദാഹരണമായിട്ട് വിഴിഞ്ഞം, മുതലപ്പൊഴി, അവിടെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. തീരശോഷണം, മറ്റു പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തതായിട്ട് നമുക്കറിയാം. എന്നാൽ വീണ്ടും കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ ചെയ്യാനുണ്ട്. അത് ഗവൺമെൻറ് ഇടപെട്ട് വേഗം തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ മെത്രാന്മാർക്കും, അതായത് തിരുവനന്തപുരം രൂപതയിലെ മെത്രാന്മാർക്കും മറ്റു ആളുകൾക്കും എതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രശ്നം ഈ തീരപ്രദേശത്ത് കടൽ ഭിത്തി നിർമ്മിക്കേണ്ട കാര്യമാണ്. ചെല്ലാനത്ത് കടൽ ഭിത്തി നിർമ്മിച്ച് കഴിഞ്ഞു. ആ ചെല്ലാനം പോലെയുള്ള കടൽ ഭിത്തി മറ്റു സ്ഥലങ്ങളിൽ നിർമ്മിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരാവശ്യം. അത് ഗവൺമെൻറ് ഇടപെട്ട് വേഗം തന്നെ നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ JB കൗശിക് കമ്മീഷൻ, ആ കമ്മീഷൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിവ്. വേഗം തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രാവർത്തികമാക്കാനായിട്ട് ഈ ഗവൺമെൻറ്റിന് സാധിക്കണം എന്ന് പറയുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ലത്തീൻ സമുദായത്തിന് ധാരാളം ഗുണങ്ങൾ ലഭിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ ലാറ്റിൻ സർട്ടിഫിക്കറ്റ്, അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ പലരും സഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഇവർ ചെന്ന് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാതെ അവരിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിലും നമ്മളനുഭവിക്കുന്ന ഈ വേദന മാറ്റിത്തരാൻ വേണ്ടി അധികാരത്തിലിരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. മറ്റു ദളിതരുടെ പ്രശ്നം വളരെ കാലങ്ങളായിട്ട് അവർ ചോദിക്കുന്നു, അവർക്കുള്ള അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടി. പക്ഷേ അവർക്ക് അവകാശങ്ങളൊന്നും ലഭിക്കാത്ത അവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കാനായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്ന് നമ്മൾ പറയുകയാണ്. ചുരുക്കത്തിൽ ലത്തീൻ കത്തോലിക്ക സമൂഹം ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും, ഉപയോഗപ്രദമായിരിക്കും. അതിനുവേണ്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതേസമയം ആവശ്യമുള്ളിടത്ത് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഭരണാധികാരികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവരും എല്ലായ്പ്പോഴും കരയണമെന്നില്ല. മറിച്ച് ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിൽ ഇടപെടാനായിട്ട് മന്ത്രിമാർക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ കഴിയുമ്പോൾ അത് ശരിയായിട്ടുള്ള ജനാധിപത്യ ഭരണമായി തീരുകയാണ്. അപ്പം ജനങ്ങളുടെ വേദനകൾ കാണാതെ പോകുന്നത്, ജനങ്ങളുടെ വിഷമങ്ങൾ കാണാതെ പോകുന്നത് ഒരിക്കലും ഒരു ഭരണത്തിലിരിക്കുന്നവർക്ക് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നു, ഇത്തരം നമ്മളിപ്പോൾ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ലത്തീൻ കത്തോലിക്കർക്ക് തീർത്തു കൊടുക്കണം എന്നാണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്. ദൈവം ഇടപെട്ട് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു.